നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് റൊട്ടേഷണൽ മോഷനാണ് എടുക്കാനുള്ളത്. റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിന് പഠിക്കാനുള്ളൂ. വളരെ സിമ്പിളാണ്, ഞാൻ വേഗം പറയാം. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നൊരു സെക്ഷൻ. സോ വാട്ട് ഈസ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്നാണ് പറയാം. അതായത് സിമ്പിളാണ്, റെസ്റ്റിലുള്ള സാധനങ്ങൾ റെസ്റ്റിൽ തന്നെ നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്യും, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം മൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെ ട്രൈ ചെയ്യും. അപ്പം റൊട്ടേഷൻ മോഷനിൽ വരുന്ന ഇനേർഷ്യനെ വിളിക്കുന്ന പേരാണ് റൊട്ടേഷണൽ ഇനേർഷ്യ അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതിൽ ബേസിക്കലി മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് പഠിക്കാം. ഒരുപാട് റിങ്, ഡിസ്ക്, അതേപോലെ തന്നെ റോഡ്, സ്പിയർ, ഇങ്ങനത്തെ എല്ലാവർക്കും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദെയർ സെൻട്രോയിഡൽ ആക്സിസ് പഠിച്ചു വെക്കുക. അപ്പോൾ റൊട്ടേഷൻ മോഷൻ പറയുന്ന സമയത്ത് നമ്മൾ ഏത് ആക്സിസ് വിത്ത് റെസ്പെക്ട് വിച്ച് ആക്സിസ് ആണ് ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ന് സ്പെസിഫിക്കലായിട്ട് നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എല്ലാ സെക്ഷൻ്റെയും, ഇപ്പോൾ റിങ്, ഡിസ്ക്, ഇപ്പോൾ ചെറിയൊരു സെക്ഷൻ ഞാൻ പറഞ്ഞുതരാം. റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr² ആണ്. ഇത് ഏത് ആക്സിസ് ആണ്? റിങ്ങിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ്. ആ റിങ് എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോൾ മോതിരം പോലുള്ളൊരു സാധനം എടുക്കുകയാണെങ്കിൽ അതിന് ആ പ്ലെയിനിന് ഇങ്ങനെയാണെങ്കിൽ, ഇത് റിങ് ആണെങ്കിൽ, ഓക്കെ അല്ലേ, ഇത് റിങ് ആണെങ്കിൽ ഈ ആക്സിസിന് സെൻട്രലിലൂടെ പാസ് ചെയ്യുന്നതും നോർമലായിട്ടുള്ള ആക്സിസ്, ആ ആക്സിസ് കൂടെയുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ് mr² എന്ന് പറയുന്നത്. സാർ എന്താണ് എം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിൻ്റെ മാസ്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ റേഡിയസ്. റിങ്ങിൻ്റെ mr² ആണ് സെൻട്രോയിഡൽ ആക്സിസിൻ്റെ വരുന്നത്. ഡിസ്കിൻ്റെത് വരുന്നത് mr² / 2 ആണ്. ഇങ്ങനെയുള്ള കുറച്ച് ക്വാണ്ടിറ്റീസിന്. അപ്പോൾ റോഡ് L ലെങ്ത്തുള്ളൊരു റോഡിൻ്റെത് വരുന്നത് ml² / 12 എന്നാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സെക്ഷൻസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ രണ്ട് സെക്ഷൻ എന്ന് പറയുന്നത് എക്സാമിന് ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, കുറച്ച് ടൈം വേണം. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വേണമെങ്കിൽ ഒരു ക്ലാസ് അതിന് നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്തായാലും അത് ചോദിക്കും. അത്രയ്ക്ക് എളുപ്പമുള്ള സെക്ഷനാണ്, വളരെ വളരെ എളുപ്പമുള്ള സെക്ഷനാണ്. അതൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അത്ര എളുപ്പമുള്ള ഒരു സെക്ഷനാണ്. ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പം നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പഠിക്കുക, എന്നിട്ട് പാരലൽ ആക്സിസ് തിയറും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും പഠിച്ചു വെക്കുക. ഷുവറായിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതിൽ റോളിംഗ് മോഷൻ, ഒരു ബോഡി റോൾ ചെയ്തിട്ട് വരുന്ന സമയത്ത് സാർ വാട്ട് ഈസ് റോളിംഗ് മോഷൻ? റോളിംഗ് മോഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷനും റൊട്ടേഷനും കൂടി കപ്പിളായിട്ട് വരുന്ന സാധനത്തിനാണ് നമ്മൾ റോളിംഗ് മോഷൻ എന്ന് പറയാം. ഒരു ബോഡി മുന്നോട്ട് അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക, രണ്ടും കൂടി ഒരുമിച്ചുള്ള സമയത്തിനാണ് റോളിംഗ് മോഷൻ എന്ന് പറയാം. താഴെ വന്ന് പതിക്കുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി എന്താണ്, അതിൻ്റെ ആക്സിലറേഷൻ എന്താണ്? ഒരു റിങ് താഴോട്ട് വരികയാണ്, താഴെ വന്ന് അടിക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയാണ്, അതിൻ്റെ ആക്സിലറേഷൻ എത്രയാണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് റോളിംഗ് മോഷനിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെ ഇതിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനും കൂടി ഉണ്ട്, അതും കൂടി നന്നായിട്ട് നോക്കി വെക്കാം. അടുത്തതെന്ന് പറയുന്നത് ഗ്രാവിറ്റേഷനാണ്. ഗ്രാവിറ്റേഷനിൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വളരെ ബേസിക് ആയിട്ടുള്ള ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അത് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചോദിക്കും. അതേപോലെ തന്നെ എസ്കേപ്പ് വെലോസിറ്റി പറഞ്ഞാൽ എന്താണ്? ഒരു ബോഡിനെ നമ്മൾ എറിയുന്ന സമയത്ത് മിനിമം എത്ര സ്പീഡിൽ എറിയണം? സാർ എന്തിനു വേണ്ടിയിട്ടാണ് മിനിമം എത്ര സ്പീഡിൽ എറിയുന്നത്? അത് എസ്കേപ്പ് ചെയ്യണം. നമ്മൾ സാധാരണ ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഭൂമിൻ്റെ അട്രാക്ഷനിലേക്ക് വരുന്നു. ഭൂമിയുടെ അട്രാക്ഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അത് മിനിമം എസ്കേപ്പ് വെലോസിറ്റിനെ കാട്ടി കൂടുതൽ എറിയണം. എസ്കേപ്പ് വെലോസിറ്റി പറഞ്ഞാൽ മിനിമം സ്പീഡാണ്. എന്തിനു വേണ്ടിയിട്ട്? ഭൂമിയുടെ ആകർഷണ വലയത്തിന് പുറമേ പോകാനുള്ള മിനിമം സ്പീഡിനെ വിളിക്കുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഡെറിവേഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ സാറ്റലൈറ്റ് മോഷൻ. സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഭൂമിനെ അല്ലെങ്കിൽ ഒരു പ്ലാനറ്റിനെ റിവോൾവ് ചെയ്തിട്ട് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടും അങ്ങനെയുള്ള ഒരു സംഭവമാണ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ. ബോഡീസ് റിവോൾവിങ് അറൗണ്ട് സം പ്ലാനറ്റ് ഫോർ സം സ്പെസിഫിക് പർപ്പസ് നമ്മൾ സാറ്റലൈറ്റ് എന്ന് പറയാം. ഈ സാറ്റലൈറ്റിൻ്റെ സ്പീഡിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ സ്പീഡ്. സാറ്റലൈറ്റ് ഒരു പ്രാവശ്യം തിരിഞ്ഞിട്ട് അവിടെ തന്നെ തിരിച്ചെത്താനുള്ള സമയത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? എനർജി ഓഫ് എ സാറ്റലൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? കൈനറ്റിക് എനർജി ഓഫ് എ സാറ്റലൈറ്റ് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് സാറ്റലൈറ്റ് എന്താണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ സാറ്റലൈറ്റിനെ കുറിച്ചിട്ട് എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് നമുക്ക് ഗ്രാവിറ്റേഷനിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ചാപ്റ്ററാണ്. അത് നന്നായിട്ട് നോക്കുക. ഇനി ചെറിയൊരു ചാപ്റ്റർ ഉണ്ട്, അത് സെക്കൻഡ് ബുക്കിലാണ് വരുന്നത്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയും. ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം, കുറച്ച് സെക്ഷൻസ് പറയാം. നിങ്ങളിത് നോക്കിപ്പോയാൽ മതി. ഏറ്റവും കൂടുതൽ ഇത് ചോദിച്ചേക്കുന്നത് പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി എന്ന് പറഞ്ഞാൽ 4-5
പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. അത് 3 മാർക്കിന് 2 മാർക്ക്. ചിലപ്പോൾ ആകെ ഈ ചാപ്റ്റർ നോക്കുന്ന ആ പോസ്റ്റുലേറ്റ്സ് ആയിരിക്കും. അപ്പോൾ 3-4 പോയിന്റ് നിങ്ങൾ ഒറ്റയടിക്ക് ടക്ക് എന്ന് പറഞ്ഞാൽ വേഗം പഠിച്ചു വെച്ചേക്കുക, ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അതൊരു ക്വസ്റ്റ്യൻ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ഇതിൽ ചോദിക്കാനുള്ളത് പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഡെറിവേഷൻ. അത് കുറച്ച് വലിയ ഡെറിവേഷനാണ്, നിങ്ങൾ എഴുതി പഠിക്കുക. അതേപോലെ തന്നെ കൈനറ്റിക് എനർജി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്, ഇത് ചോദിക്കുന്ന ചാൻസ് ഉള്ളതാണ്. പിന്നെ എക്സാമിന് ചോദിക്കുന്നത് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നൊരു സെക്ഷൻ, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റേർണൽ എനർജി കാണാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ മേയേഴ്സ് റിലേഷൻ ഉണ്ട് ഇതിൽ, CP - CV = R എന്നൊക്കെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണം, സാർ ക്ലാസ് കണ്ടക്ട് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മളൊന്ന് അറിയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമുക്ക് അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പറ്റും. അപ്പോൾ മാക്സിമം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് അതിൽ നോക്കിയിട്ട് പഠിച്ചു വെക്കാം. ഇനി മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നന്നായിട്ട് ശ്രദ്ധിക്കുക പ്ലീസ്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ അതിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഇത് ചോദിച്ചത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫും ഹൂക്സ് ലോയാണ്. നിങ്ങൾക്കറിയാം സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ഇലാസ്റ്റിക് ലിമിറ്റ്, അപ്പർ ഈൽഡ് പോയിന്റ്, ലോവർ ഈൽഡ് പോയിന്റ്, ഫ്രാക്ചർ പോയിന്റ്, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്, ഒരു ഫിഗർ നമുക്ക് തരും. കുറേ പോയിന്റ് ഒരു ഗ്രാഫ് ഉണ്ടാവും, അതിൽ ഓരോ പോയിന്റ് ABCD എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ A എന്താണ്, B എന്താണ്, C എന്താണ്, 3 മാർക്കിൻ്റെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. 2 ഗ്രാഫ് വന്നിട്ട് ഇതിൽ ഏതാണ് ഡക്റ്റൈൽ, ഏതാണ് നിങ്ങൾക്കറിയാം. ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ വലിച്ച് നീട്ടാൻ പറ്റുന്നതാണ്, ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടുന്നതാണ്. അപ്പോൾ സിറാമിക്സ്, നമ്മളെ മാർബിൾ, ടൈല് പോലത്തെ സാധനം പെട്ടെന്ന് പൊട്ടുന്നത്, ഗ്ലാസ് പെട്ടെന്ന് പൊട്ടുക, അങ്ങനത്തെയാണ് ബ്രിട്ടിൽ എന്ന് പറയുന്നത്. അതിൽ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്തും ഫ്രാക്ചർ പോയിന്റും വളരെ അടുത്തായിരിക്കും കിടക്കുന്നത്. ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വലിയ ചാൻസ് ഉള്ള സാധനങ്ങളാണ് നമ്മൾ ഡക്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ട് കമ്പാരിറ്റീവ്ലി ആസ് കമ്പയർഡ് ടു ബ്രിട്ടിൽ സബ്സ്റ്റൻസസ് ദേ ഹാവ് ലോങ്ങർ ആയിട്ടുള്ള ഫ്രാക്ചർ പോയിന്റ് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ അത് എന്തായാലും പഠിച്ചിട്ട് പോകാം. പിന്നെ ഇതിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്. എന്താണ് സാർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ കോൺസ്റ്റന്റ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് ബൈ സ്ട്രെയിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. അത് നന്നായിട്ട് നോക്കുക. അതിൻ്റെ മാത്തമാറ്റിക്കലായിട്ടുള്ള പ്രോബ്ലംസ് എപ്പോഴും ചോദിക്കുന്നതാണ്, അത് നന്നായിട്ട് നോക്കുക. പിന്നെ ഇതിൽ ഹൂക്സ് ലോ ഞാൻ പറഞ്ഞു. പിന്നെ അപ്ലിക്കേഷൻസ് ഓഫ് ഇലാസ്റ്റിറ്റി, ഐ ഗ്രിഡ് സെക്ഷൻസ്, നമ്മൾ ബ്രിഡ്ജസിനൊക്കെ ഐ ഗ്രിഡ് എങ്ങനെയാണ്, എന്തിനുകൊണ്ടാണ് അങ്ങനത്തെ കോളേഴ്സ് കൊടുക്കുന്നത് പറഞ്ഞ ക്വസ്റ്റ്യൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. ഇനി നമ്മൾ ആ ഫസ്റ്റ് ഇയറിൽ ഏറ്റവും വലിയ ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പം എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന സമയത്ത് വലിയൊരു ബ്രാഞ്ചാണ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. കുറച്ച് ലെങ്തി ചാപ്റ്ററാണ്, പക്ഷേ ഒരുപാട് ഡെറിവേഷൻ പഠിക്കാനുണ്ട്. പക്ഷേ വളരെ ഈസിയാണ്, എല്ലാം ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും വിട്ടുപോകാത്ത കുറച്ച് പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്യുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പഠിക്കാത്താണെങ്കിൽ തീർച്ചയായിട്ടും അത് പഠിച്ചിട്ട് പോവുക. ലെങ്തി ആണെന്നുള്ളത് വളരെ എളുപ്പമാണ്, പോസിറ്റീവായിട്ട് വളരെ ഹാപ്പി ആയിട്ട് എടുക്കുക. അതിൽ പാസ്കൽസ് ലോ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. പാസ്കൽസ് ലോ, പ്രഷർ ഇൻറ്റൻസിറ്റി ഓഫ് എൻ എക്സേർട്ടഡ് ഒരു എൻക്ലോസ്ഡ് ലിക്വിഡ് അറ്റ് റെസ്റ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ അതർ ഡയറക്ഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ജാക്ക് എന്നൊക്കെ പറയുന്നത് ഈ പാസ്കൽസ് ലോ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് വെച്ചിട്ടുള്ള സാധനം. പിന്നെ ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ബോയൻസി ഫോഴ്സ്. ഒരു ഒബ്ജക്റ്റ് നമ്മളൊരു ഫ്ലൂയിഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിന് മേലോട്ടൊരു അപ്ത്രസ്റ്റ് കിട്ടും, മേലോട്ടൊരു ഫോഴ്സ് കിട്ടും. ഇതിനെ വിളിക്കുന്ന പേരാണ് ബോയൻസി ഫോഴ്സ് എന്ന് പറയുന്ന സംഭവം. അതിന് റിലേറ്റ് ആയിട്ട് ഫ്ലോട്ടേഷനും ബോയൻസി ഫോഴ്സിനൊക്കെ വെച്ചിട്ട് ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ പറയുന്നു. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് കണ്ടിന്യൂറ്റി ഇക്വേഷനും ബെർണോളിസ് തിയറും. ഇത് മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. ബെർണോളിസ് തിയറം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡിന്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിന് അതിൻ്റെ ടോട്ടൽ എനർജി ഓൾവേസ് കൺസേർവ്ഡ് ആയിരിക്കും എന്ന് പറയുന്നൊരു പോയിൻ്റാണ്. ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള സംഭവത്തിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് അപ്ലിക്കേഷനായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് നമ്മളെ വെഞ്ചൂറി മീറ്റർ എന്ന് പറയുന്നൊരു സംഭവം, വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്ന സംഭവം. ഇതൊക്കെ ഇതിൻ്റെ ഇതായിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ സർഫസ് ടെൻഷനും വിസ്കോസിറ്റിയും. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രെച്ചഡ് മെംബ്രെയിൻ പോലെ ഒരു ലിക്വിഡ് സർഫസ് ബിഹേവ് ചെയ്യുന്നതാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. ഇപ്പം ചില സമയത്തൊക്കെ ചില ചെറിയ നീഡിൽ ലൈക്ക് ഒബ്ജക്ട്സ് ഒക്കെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ടാണ്. ഇപ്പം മഴത്തുള്ളിക്ക് സ്പെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യാൻ കാരണം സർഫസ് ടെൻഷനാണ്. അപ്പോൾ സർഫസ് ടെൻഷനിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു സ്പിയർ തരും നമുക്ക്. ആ സ്പിയറിൻ്റെ എക്സസ് പ്രഷർ കാണാൻ, ഒരു ഡ്രോപ്പിൻ്റെയോ ഒരു ബബിളിൻ്റെയോ എക്സസ് പ്രഷർ കാണാനുള്ള ഡെറിവേഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ
വിസ്കോസിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. സാർ എന്താണ് വിസ്കോസിറ്റി? ലിക്വിഡ് ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് വിസ്കോസിറ്റി. റെസിസ്റ്റൻസ് ടു ഫ്ലോ അതിനെ വിളിക്കുന്ന പേരാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അഡ്ജസൻറ്റ് ലെയേഴ്സ് തമ്മിൽ റിലേറ്റീവ് മോഷൻ ഒപ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ഒരു മോഷനെ വിളിക്കുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ്, വിസ്കോസിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ വിസ്കോസിറ്റി വെച്ചിട്ട് നമുക്ക് ഒരു ടെർമിനൽ വെലോസിറ്റി ഓഫ് എ സ്പെറിക്കൽ ഒബ്ജക്റ്റ് ഫാളിങ് ഇൻ എ വിസ്കസ് മീഡിയം എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു സർഫസ് ടെൻഷൻ, ഇതിൽ വിസ്കോസിറ്റി, കണ്ടിന്യൂറ്റി, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, അത് ഏരിയ ആൻഡ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ആയിരിക്കും. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ് ബെർണോളിസ് ഇക്വേഷൻ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ ഇതിൽ ഏതെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും. ഇനി ഹീറ്റ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് 2 ടോപ്പിക്കാണ്. ഇത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന വലിയൊരു ബ്രാഞ്ചാണ്. മെക്കാനിക്കലൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് വലിയൊരു സംഭവമാണ്. അപ്പോൾ അതിൽ ഹീറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഹീറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിനായിട്ട് എന്താണ് ഹീറ്റ് എനർജി, എന്താണ് ടെമ്പറേച്ചർ, എന്തൊക്കെയാണ് ടെമ്പറേച്ചറിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് യൂണിറ്റ്സ്, ഇനി ഒരു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് യൂണിറ്റ് കൺവേർഷൻ എങ്ങനെയാണ്. ഒരു ഡിഗ്രി സെൽഷ്യസിലൊരു സാധനം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ കെൽവിനിലേക്ക് മാറ്റാം, കെൽവിനുള്ള സാധനത്തിന് എങ്ങനെയാണ് ഫാരൻഹീറ്റിലേക്ക് മാറ്റാം. അപ്പം സെൽഷ്യസ്, കെൽവിന്, ഫാരൻഹീറ്റ് എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഇത് മൂന്നും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ശ്രദ്ധിക്കുക പ്ലീസ്. C/100 is equal to K minus 273/100 is equal to F minus 32/180. ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് മൂന്നും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്. അപ്പോൾ സെൽഷ്യസിൽ ഒരു വാല്യൂ വന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് കെൽവിനിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഇത്രയാണ്, അല്ലെങ്കിൽ കെൽവിനിൽ ഒരു വാല്യൂ വന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് ഫാരൻഹീറ്റിൽ എന്ത് വാല്യൂ ആണ്. ഈ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്ക് 2 മാർക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരിതാണ്. ഇതേപോലെ തന്നെ ഇതിൽ ചോദിക്കുന്നത് തെർമൽ എക്സ്പാൻഷൻ. തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സബ്സ്റ്റൻസ് എക്സ്പാൻഡ് ചെയ്യും, അതിൻ്റെ ലെങ്ത്ത് കൂടും, അതിൻ്റെ ഏരിയ കൂടും, അതിൻ്റെ വോളിയം കൂടും. അത് വെച്ചിട്ട് അതിന് ഓരോ പേരുണ്ട്, അതിന് ഓരോ എക്സ്പാൻസിവിറ്റി കോയിഫിഷ്യൻ്റ് ഉണ്ട്, ആ കോയിഫിഷ്യൻ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്, അതൊക്കെ ചോദിക്കും. പിന്നെ നമുക്ക് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. സോളിഡ് ചൂടാക്കിയ ലിക്വിഡാവും, ലിക്വിഡ് ചൂടാക്കിയ വേപ്പർ അല്ലെങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് വരും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഇതിലെന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, എന്താണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, എന്താണ് ഇവാപ്പറേഷൻ, അങ്ങനെയുള്ള വേപ്പറൈസേഷൻ ഇവാപ്പറേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, മെൽറ്റിംഗ് പോയിൻറ്റ്, ബോയിലിംഗ് പോയിൻറ്റ്, കുറേ തിയറി പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. ഇതിലെല്ലാത്തിലും ഞാൻ പറഞ്ഞു തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. അതിൽ ചേഞ്ച് ഇൻ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ, ചേഞ്ച് ഇൻ ഏരിയൻ്റെ ഇക്വേഷൻ, ചേഞ്ചിൻ്റെ വോളിയം ഇക്വേഷൻ ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ദർ ആർ 3 മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ദേ ആർ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഇതിൽ നമുക്ക് എല്ലാത്തിനും നല്ല ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പം മോളിക്കുലർ വൈബ്രേഷൻ വഴി ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ കണ്ടക്ഷൻ എന്ന് വിളിക്കാം. കൺവെക്ഷൻ എന്ന് പറയുന്നത് ഫ്ലൂയിഡ്സിൽ ആക്ച്വലായിട്ട് ഹീറ്റഡ് പാർട്ടികളുടെ മൂവ്മെൻറ്റ് മൂലം ഉണ്ടാകുന്ന ട്രാൻസ്ഫറിനെ വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ബ്രീസ്, ലാൻഡ് വിൻഡൊക്കെ ഉണ്ടാകുന്നത്, ബ്രീസ്, ലാൻഡ് ബ്രീസ്, സീ ബ്രീസ് ഒക്കെ ഉണ്ടാകുന്നത് കൺവെക്ഷൻ കാരണമാണ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്, പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അത് ചോദിക്കുന്നുണ്ട്. പിന്നെ റേഡിയേഷൻ ബ്ലാക്ക് ബോഡീനെ പറ്റിയിട്ട് നമ്മൾ ടെറസിൻ്റെ മേലെ നമ്മൾ വൈറ്റ് പെയിൻ്റ് അടിക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ ബ്രിക്കും കോൺക്രീറ്റും വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ചൂട് കൂടുതലുണ്ടാവുക, ബ്ലാക്ക് ബോഡി കൺസെപ്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. ഇനി തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന അടുത്ത ചാപ്റ്റർ. തെർമോഡൈനാമിക്സിൽ എന്തൊക്കെയാണ് വരുന്നത് പ്ലീസ്? തെർമോഡൈനാമിക്സിൽ വരുന്നത് മെയിനായിട്ട് തെർമോഡൈനാമിക്സിൻ്റെ കുറച്ച് ലോസ് ആണ്. 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, സിസ്റ്റം എന്താണ്, സറൗണ്ടിങ് എന്താണ്, ഇക്വിലിബ്രിയം എന്തൊക്കെയാണ് തുടങ്ങിയാണ്. ഇതിൽ നിങ്ങൾ മസ്റ്റായിട്ട്, വെരി മസ്റ്റായിട്ട് പഠിക്കേണ്ട 2 സാധനമുണ്ട്. വർക്ക് ഡൺ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് പ്രോസസ്സുകളുണ്ട്, നിങ്ങൾ കെമിസ്ട്രിയിലും പഠിക്കുന്നതാണ്. ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ നടക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോ തെർമൽ പ്രോസസ്സ്. കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ നടക്കാൻ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോ കോറിക് പ്രോസസ്സ്. ഒരേ പ്രഷറിൽ ത്രൂ ഔട്ട് നടക്കുകയാണെങ്കിൽ ഐസോബാറിക് പ്രോസസ്സ്. ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അഡിയാബാറ്റിക് പ്രോസസ്സ്. റിവേഴ്സിബിൾ ആയിട്ടുള്ള അഡിയാബാറ്റിക് പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഐസൻട്രോപിക് പ്രോസസ്സ്. ഇതൊക്കെ നമുക്ക് ചിലപ്പം മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാം, വളരെ ബേസിക് ആണ്, ഇത് പഠിച്ചു വെക്കുക. ഇനി ഐസോതെർമിക് പ്രോസസ്സിൻ്റെയും അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെയും വർക്ക് ഡൺ, എക്സ്പാൻഷൻ്റെയും കംപ്രഷൻ്റെയും സമയത്തുള്ള വർക്ക് ഡണ്ണ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഉറപ്പാണ്, ഓരോ കൊല്ലവും അത് ചോദിക്കുന്നതാണ്. ഒന്നെങ്കിൽ ഐസോതെർമൽ വർക്ക് ഡൺ ചോദിക്കും, അല്ലെങ്കിൽ അഡിയാബാറ്റിക് വർക്ക് ഡൺ ചോദിക്കും. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, എല്ലാവരും പഠിച്ചു വെക്കുക. ഇപ്പം മോഡൽ എക്സാമിൻ്റെ സമയത്ത് ഏതോ ഐസോതെർമൽ അഡിയാബാറ്റിക് ഏതോ ഒന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതേ അന്ന് ഉള്ള ക്ലാസ്സിൽ ഞാൻ
ഇതേപോലത്തെ ഒരു റിവിഷൻ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു സെൻറ്ററിൽ. അപ്പോൾ അതേപോലെ തന്നെ അത് ചോദിച്ചു. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇനി പറയാൻ പോകുന്ന സാധനം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഇത് രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബേസിക്കലി ശ്രദ്ധിക്കുക, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റും ആണ് അതിൽ വരുന്നത്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് വിത്ത് ഹീറ്റ് എഞ്ചിനാണ്. സർ വാട്ട് ഈസ് എഞ്ചിൻ? എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് പ്രൊഡ്യൂസിങ് ഡിവൈസിനെ നമ്മൾ വിളിക്കുന്ന സാധനമാണ് എഞ്ചിൻ. നമ്മളൊരു എനർജി കൊടുക്കുക, എനർജിനെ വർക്കാക്കി മാറുന്ന സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എഞ്ചിൻ. സർ വാട്ട് ഈസ് ഹീറ്റ് എഞ്ചിൻ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഹീറ്റ് എനർജി നമ്മൾ കൊടുക്കുക, അതിനെ മെക്കാനിക്കൽ വർക്കാക്കി മാറ്റും, അതിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് എഞ്ചിൻ. പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും സ്റ്റീം എഞ്ചിനും ഒക്കെ ഹീറ്റ് എഞ്ചിൻ്റെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പഠിക്കുന്നതാണ്. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ്റെ വർക്കിംഗ് എന്തൊക്കെയാണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്തൊക്കെയാണ്, മെയിൻ പാർട്സുകൾ എന്തൊക്കെയാണ്, സോഴ്സ്, സിങ്ക്, വർക്കിംഗ് സബ്സ്റ്റൻസ്, അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ഹീറ്റ് എഞ്ചിൻ്റെയും എഫിഷ്യൻസി 100% ആവില്ല. അതായത് കംപ്ലീറ്റ് നമുക്ക് സപ്ലൈ ചെയ്യുന്ന ഹീറ്റിനെ വർക്കാക്കി മാറ്റാൻ ഒരു എഞ്ചിനും പറ്റില്ല. ഇതിനാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു ഹീറ്റ് എഞ്ചിൻ സൈക്ലിക് മാനറിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. അതിൻ്റെ നേരെ റിവേഴ്സ് മാനറിൽ വർക്ക് ചെയ്യുന്ന സാധനത്തിനെ വിളിക്കുന്ന പേരാണ് റെഫ്രിജറേറ്റർ. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജ് എന്ന് പറയുന്ന സാധനം. ഈ റെഫ്രിജറേറ്റർ എന്താണ് ചെയ്യുന്നത്? ഒരു സ്പേസിനെ സറൗണ്ടിങ് ടെമ്പറേച്ചറിനെക്കാട്ടിയും കുറഞ്ഞ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്ന സാധനത്തിനാണ് റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. കീപ്പ് എ സ്പേസ് ലോവർ ദാൻ ദി സറൗണ്ടിങ് ടെമ്പറേച്ചർ. അത് ഹീറ്റ് എഞ്ചിൻ്റെ നേരെ റിവേഴ്സ് മാനറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അതിൽ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഒരിക്കലും ഇൻഫിനിറ്റി ആവില്ല എന്ന് പറയുന്നത്. ഒരിക്കലും ഹീറ്റ് എപ്പോഴും എവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നത് നമുക്കറിയാം. ഹയർ ടെമ്പറേച്ചറിന് ലോവർ ടെമ്പറേച്ചറിലേക്കാണ്. ഒരിക്കലും ഹീറ്റ് ലോവർ ടെമ്പറേച്ചറിന് ഹയർ ടെമ്പറേച്ചറിലേക്ക് പോകില്ല ഒരു എക്സ്റ്റേണൽ വർക്ക് കൊടുക്കാത്ത കാലം വരെ. നമുക്കറിയാം, നമ്മൾ വീട്ടിൽ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ ഹീറ്റ് വർക്ക് ചെയ്യുന്നത് എവിടെ നിന്ന് അങ്ങോട്ടാണ്? ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറിലേക്കാണ്. നമുക്കറിയാം വെള്ളം എപ്പോഴും ഒഴുകുന്നത് ഹൈറ്റ് കൂടിയ സ്ഥലത്ത് നിന്ന് ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്തേക്കാണ്. എപ്പോഴെങ്കിലും നമ്മൾ താഴെ നിന്ന് മേലോട്ട് പോകുന്ന, ഹൈറ്റ് കുറവെന്ന് മേലോട്ട് പോയി നമ്മൾ കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ മോട്ടോർ ഉപയോഗിച്ചിട്ട് പമ്പ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ വർക്ക് കൊടുത്താൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ. കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് സംഭവിക്കത്തില്ല. നാച്ചുറൽ ടെൻഡൻസിക്ക് എതിരായിട്ട് സംഭവിക്കണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി വർക്ക് കൊടുക്കണം. അതുപോലെ ഹീറ്റ് ഒഴുകണമെങ്കിൽ ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറിൽ ഒരിക്കലും നടക്കൂല. എക്സ്റ്റേണൽ വർക്ക് കൊടുക്കണം. എക്സ്റ്റേണൽ വർക്ക് കൊടുക്കാത്ത കാലത്തോളം ഹീറ്റ് ഒഴുകൂല. ഇതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇനി ഐഡിയൽ ഹീറ്റ് എഞ്ചിനെ 100% മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഞ്ചിനെ വിളിക്കുന്ന പേരാണ് കാർനോട്ട് എഞ്ചിൻ, ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ. ഈ കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി കാണാനുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഒരുപാട് ന്യൂമറിക്കൽസ് നിങ്ങൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ബേസിക്കലി ഇതൊക്കെ വളരെ എളുപ്പമാണെന്ന് മനസ്സിലാക്കുക ആദ്യം. വളരെ ഹാപ്പി ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിച്ചില്ല. ഇനിയുള്ള ആകെ 3-4 ദിവസങ്ങളെ എക്സാമിനുള്ളൂ. അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ സുഖമായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി 2 ചാപ്റ്ററും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. അതൊന്ന് ഓസിലേഷനാണ്. ഓസിലേഷനിൽ എന്തൊക്കെയാണ് സാർ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്? സർ വാട്ട് ഈസ് ഓസിലേറ്ററി മോഷൻ? ഓസിലേറ്ററി മോഷൻ ഈസ് നത്തിങ് ബട്ട് ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് എബൌട്ട് മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിനെ ആസ്പദമാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മോഷനെ വിളിക്കുന്ന പേരാണ് ഓസിലേറ്ററി മോഷൻ. സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും പെൻഡുലം ക്ലോക്കിൻ്റെ മോഷൻ, അല്ലെങ്കിൽ ഊഞ്ഞാലാടുന്ന മോഷൻ. ഇത് പീരിയോഡിക് മോഷനാണ്. സാർ വാട്ട് യു മീൻ ബൈ പീരിയോഡിക് മോഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്ന മോഷനെ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് മോഷൻ. നമ്മളെ ഭൂമി സൂര്യന് ചുറ്റും തിരിയുന്നുണ്ട്, തീർച്ചയായിട്ടും ഒരു പീരിയോഡിക് മോഷനാണ്. 365 ദിവസം അല്ലെങ്കിൽ 1 ഇയർ കഴിയുന്ന സമയത്ത് കറക്റ്റ് എവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടെ വന്നിട്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, മോഷൻ റിപ്പീറ്റ് ചെയ്യുക. സ്വന്തം ആക്സിസിൽ ഭൂമി തിരിയുന്നുണ്ട്, 24 മണിക്കൂർ തിരിയുന്ന 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും എവിടെ നിന്നാണ് അത് റൊട്ടേഷൻ തുടങ്ങിയത് അവിടെ നിന്ന് ഒന്ന് റിപ്പീറ്റ് ചെയ്യണം, അടുത്ത മോഷൻ റിപ്പീറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള മോഷനെ വിളിക്കുന്ന പീരിയോഡിക് മോഷൻ ആണ്. പീരിയോഡിക് മോഷനാണ് ഒരു ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ഒരു ഓസിലേറ്ററി മോഷനിൽ എന്താണ് സാർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഒരു ഓസിലേറ്ററി പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, പ്ലീസ് നന്നായിട്ട് നോട്ട് ചെയ്യുക. ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി, ഇതിൻ്റെ എല്ലാത്തിനും ഇക്വേഷൻ പഠിക്കുക. ഉറപ്പാണ് ഇതിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. അതൊന്ന്. ഇനി 2 സംഭവം, ഒന്ന് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു മോഷനും അതുപോലെ തന്നെ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൻ്റെ ഒരു മോഷനും. അതിൻ്റെ ഡെറിവേഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഒരു കൊല്ലം സിമ്പിൾ പെൻഡുലം ചോദിച്ചാൽ അടുത്ത കൊല്ലം സ്പ്രിംഗ് മാസ് സിസ്റ്റം ചോദിക്കാം. അതിൻ്റെ ഡെറിവേഷൻ, അത് വെച്ചുള്ള പ്രോബ്ലംസ് അതൊക്കെ ചെയ്യാം. നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾ പെൻഡുലത്തിൻ്റെയൊക്കെ ഡെറിവേഷൻ ഞാനൊരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബേസിക് പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ആകെ ചെക്ക് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പഠിച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിക്കുക. കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് പഠിക്കാണ്ട് നിങ്ങൾ പോവല്ല എക്സാമിന്. ഇത് പഠിച്ചിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വേണം എക്സാമിന് പോകാൻ. ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോയിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ.
ഇതിൽ സിമ്പിൾ പെൻഡിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഡെറിവേഷൻ ചോദിക്കാം, അതിൽ നിന്ന് ന്യൂമറിക്കൽസ് ചോദിക്കാം, അതുപോലെ തന്നെ അതിൽ ലിങ്ക് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ട് ഒരുപാട് 1 മാർക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഒരുപാട് ചോദിക്കാം. ഇതുപോലെ തന്നെ സ്പ്രിംഗ് മാസ് സിസ്റ്റം, ഇത് രണ്ടും ഓസിലേറ്ററി മോഷനാണ്. ലാസ്റ്റ് ചാപ്റ്റർ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. വേവ്സ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ആൻഡ് മൊമെൻറ്റം ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ത്രൂ ഒരു മീഡിയത്തിലൂടെ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ വേവ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഇതിൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നത് ക്ലാസിഫിക്കേഷനാണ്. പലതരത്തിലുള്ള വേവ്സ് ഉണ്ട്, നമ്മൾ പഠിച്ചാണ്, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്. ട്രാൻസ്വേഴ്സ് വേവ്സും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും. അപ്പോൾ എങ്ങനെയാണ് എനർജി ഒരു പോയിന്റ് നിന്ന് വേറെ പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ എനർജി ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷൻ, പ്ലീസ്, പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷൻ എനർജിയുടെ പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എങ്കിൽ, സാറേ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 90 ഡിഗ്രി, ഈ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എങ്കിൽ ഇങ്ങനത്തെ വേവ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് വേവ്സ്. ലൈറ്റ് വേവ് ഒരു ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിളാണ്. ഇനി ഇങ്ങനെ വേവ് നേരെ എനർജി നേരെ ട്രാൻസ്ഫർ ചെയ്യണം. പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ അതേ ഡയറക്ഷൻ പാരലൽ ആയിട്ടെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഇതിൽ സൗണ്ട് വേവ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. സൗണ്ട് വേവിൻ്റെ സ്പീഡ് ഓഫ് സൗണ്ട് വേവ് എന്ന് പറഞ്ഞിട്ട് ഓരോ മീഡിയത്തിലും, ഇപ്പോൾ സോളിഡിൽ, ലിക്വിഡിൽ, ഓരോ മീഡിയത്തിലും ഒരുപാട് ഇക്വേഷൻ ഉണ്ട്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒരുപാട് നമ്മൾ ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഇതിൽ ചോദിക്കുന്ന വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇക്വേഷൻ ഓഫ് പ്രോഗ്രസീവ് വേവ്. ഒരു ഇക്വേഷൻ ഓഫ് പ്രോഗ്രസീവ് വേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്: y is equal to a sin of kx minus omega t plus phi. ഇതിൽ ഓരോ ടൈം എന്താണ്, k എന്താണ്, ഒമേഗ എന്താണ്, ഫൈ എന്താണ്, എ എന്താണ്. എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ്. കെ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വേവ് നമ്പർ എന്ന് പറയും, അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ഫൈ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഫേസ് എന്ന് പറയും, അല്ലെങ്കിൽ എപ്പോച്ച് എന്ന് പറയും. ഇതൊക്കെ നമുക്കിപ്പോൾ സാമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഒരു പ്രോഗ്രസീവ് വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ തന്നെ ഇങ്ങനെ തരികയാണ് നമുക്ക്: 2 sin of 3x minus pi t plus pi by 3. ഇതിൽ ആംഗിളൊക്കെ റേഡിയനിലാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിന് ടൈം പീരീഡ്, ഫ്രീക്വൻസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കാം. വളരെ വളരെ എളുപ്പമുള്ള ഒരു സംഭവമാണ്. നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്തെങ്കിലും നമുക്കൊരു ക്ലാസ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കൊരു ക്ലാസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി ഇതിൽ ചോദിക്കുന്ന സാധനം സ്റ്റേഷനറി വേവ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സ്റ്റേഷനറി വേവ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് വേവ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്, സ്ട്രെച്ച്ഡ് സ്ട്രിങ്, ഇതിൽ ഓരോ മോഡ്സ് ഉണ്ട്. ഒരു പെർട്ടിക്കുലർ രീതിയിലാണ് ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് മോഡ്സ് എന്നൊക്കെ പറയും. അതിൻ്റെ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ, സെക്കൻഡ് മോഡ്, തേർഡ് മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വരച്ച് കാണിക്കാനും അതിൻ്റെ ഫ്രീക്വൻസിയുടെ റേഷ്യോസ്. ഓപ്പൺ പൈപ്പിലും സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലും നമുക്ക് ഫ്രീക്വൻസീൻ്റെ റേഷ്യോ F1:F2:F3 എന്ന് പറഞ്ഞാൽ 1:2:3 എന്ന് പറഞ്ഞിട്ടാണ് പോവുക. ക്ലോസ്ഡ് പൈപ്പിൽ 1:3:5 ഓഡ് ഹാർമോണിക്സ് മാത്രമേ അതിൽ പ്രസൻറ്റ് ആവുള്ളൂ. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഞാനിത് ഇമ്പോർട്ടൻറ്റ് ഹെഡിങ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഇത് മസ്റ്റായിട്ട് നോക്കുക. വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒന്നും നോക്കിയില്ലെങ്കിലും നിങ്ങൾ ഈ സ്റ്റേഷനറി വേവ്സിൻ്റെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിഫറെൻറ്റ്, അതായത് ഓപ്പൺ പൈപ്പിലും ക്ലോസ്ഡ് പൈപ്പിലും സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലും നോക്കുക. പിന്നെ ഇതിൽ ചോദിക്കുന്ന സാധനം ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നൊരു സാധനമാണ്. ഡോപ്ലർ ഇഫക്ട്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന അപ്പാരൻറ്റ് ഷിഫ്റ്റിനെയാണ് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത് നന്നായിട്ട് നോക്കുക. അത് വെച്ചുള്ള പ്രോബ്ലംസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതും കൂടി ഈ ചാപ്റ്റർ നോക്കുക. അപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കുറച്ച് ഡ്യൂറേഷൻ കൂടിപ്പോയോന്ന് അറിയില്ല. നിങ്ങൾ അത് അവസാനം വരെ കാണുക. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് വേണമെങ്കിൽ അത് അറിയിക്കുക. ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതെങ്കിലും പഠിക്കുക. പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഫുള്ള് പഠിച്ച് റിവിഷൻ കഴിഞ്ഞ ആൾക്കാരുണ്ടാവും, കുറച്ച് നോക്കിയ ആൾക്കാരുണ്ടാവും, തീരെ നോക്കാത്ത ആൾക്കാരുണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടോ നോക്കുക. മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഫ്രഷപ്പ് ചെയ്യുക. തീരെ പഠിക്കാത്ത ആൾക്കാർ ഇനി ഒട്ടും സമയം കളയേണ്ട, വേഗം അത് സ്റ്റാർട്ട് ചെയ്യുക. ഓൺലൈൻ ക്ലാസ് നമ്മളൊരു ശ്രമമാണ്, തുടങ്ങുന്നുള്ളൂ. അപ്പം ഇതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിച്ച് തരിക. എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇത് നിങ്ങളെ ഫ്രണ്ട്സിനും എല്ലാവർക്കും, കൂടുതലുള്ള എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തിട്ട് അവരോട് ഇതേപോലെ
കാര്യങ്ങൾ നന്നായിട്ട് നോക്കാൻ പറയും. നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യമുള്ള ക്ലാസ്സുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ട് നമുക്കതുപോലെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതാം. ഓക്കെ, താങ്ക്സ്.